ഹായ് ഫ്രണ്ട്സ്, അനിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ വിഭവമാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കുടുംബക്കാർക്കും ചങ്ങായിമാർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നെയ്പ്പത്തലാണ്, വടകര ഭാഗത്തുള്ള നെയ്പ്പത്തൽ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് പുഴുങ്ങലരിയാണ്. പുഴുങ്ങലരി പൊടിച്ച് വറുത്തെടുത്തതാണ്. പിന്നെ വെള്ളം ചൂടാക്കണം. പിന്നെ തേങ്ങ ചിരവിയത്, ഉപ്പ്, ഉള്ളി, ജീരകം. ഈ തേങ്ങയും ഉള്ളിയും ചെറിയുള്ളിയാണ്, ചെറിയുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് നേരത്തെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അമ്മയൊക്കെ ചെയ്തിരുന്നത് പുഴുങ്ങലരി കുതിർത്ത് അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അരയ്ക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഇങ്ങനെ അരി പൊടിച്ച് വറുത്തത്. വെള്ളം ചൂടാകാൻ വെച്ചിരുന്നു. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിക്കാം. ഇത് 2 കപ്പ്, ഞാൻ മെഷറിംഗ് കപ്പിൽ ഈ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം, ചൂടാക്കിയ വെള്ളം ആണ് ചേർത്ത് കുഴച്ചെടുത്തിട്ടുള്ളത്. അത് വെള്ളം ഓരോരുത്തരും ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കുറച്ച് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. നന്നായി ഇനി ഈ തേങ്ങ എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് അരി പത്തിരിപ്പൊടിയുടെ ആ പാകത്തിൽ പൊടിക്കേണ്ടതില്ല, പുട്ടിൻ്റെ പാകം മതി. ഇത് അതിലും കുറച്ചും കൂടെ നൈസായി പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പത്തിരിയുടെ ആ പാകം വേണ്ട. നേരത്തെ അമ്മയൊക്കെ അരക്കുമ്പോൾ തന്നെ നേർമയല്ല, കുറച്ചൊന്ന് തരികളോട് കൂടിയാണ് അരച്ചിരുന്നത്. ആ ഒരു ടൈപ്പിലാണ് ഈ അരി പൊടിക്കേണ്ടത്. ഇത് റെഡിയായി. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. പരത്താൻ വേണ്ടി ഒരു വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. വാഴയിലയിൽ അല്പം എണ്ണ തടവുക. പത്തിരി പൊരിച്ചെടുക്കാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്കിത് പരത്തി ഓരോ ഇങ്ങനെ ഉരുളകളാക്കി, ഇതാ കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല കണ്ടോ, അങ്ങനെ നല്ല ഉരുളകളാക്കി അങ്ങനെ ഉള്ളം കൈ വെച്ച് നന്നായി പരത്തിയെടുക്കുക. ഇതിന് അധികം കട്ടി വേണ്ട. പണ്ടൊക്കെ ഇങ്ങനെ ഇത്ര വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. കറക്റ്റ് റൗണ്ടൊന്നും ആയിരിക്കില്ല. ഈ ഒരു തരത്തിലാണ് പണ്ട് ചുട്ടുകൊണ്ടിരുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായാലാണ് പത്തിരി ഇടേണ്ടത്. ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളു വേവാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇങ്ങനെ പൊങ്ങി വരും. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഇത് നന്നായി പൊടി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ആകുമ്പോൾ ഇത് കോരി വെക്കുക. ഇങ്ങനെയാണ് പണ്ട് ഒക്കെ ചുട്ടുകൊണ്ടിരുന്നത്. ഇതായിട്ടുണ്ട്. ഇനി കോരി വെക്കാം.
ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കണ്ടോ. നെയ്പ്പത്തൽ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇപ്പോൾ റേഷൻ അരി, പുഴുങ്ങലരിയാണല്ലോ അധികവും കിട്ടുന്നത്. ആ റേഷൻ അരി വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ആ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റിയാണ്. ഇതിന് കറികളൊന്നും വേണമെന്നൊന്നും ഇല്ല കഴിക്കാൻ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. വടകര സ്റ്റൈൽ നെയ്പ്പത്തൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.